കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ വയനാട്ടിലേക്കൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ നാടായ കണ്ണൂരിൽ നിന്ന് അതിര് പങ്കിടുന്ന ഒരു ജില്ലയാണല്ലോ വയനാട്. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും വൺ ഡേ ടൂറൊക്കെ പോയിട്ട് വരാൻ പറ്റുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു ഡെസ്റ്റിനേഷൻ നമ്മൾ ആദ്യം അങ്ങ് പ്ലാൻ ചെയ്ത് വെക്കും. എന്നിട്ടത് കണ്ടിട്ട് നന്നായിട്ട് അതൊന്ന് ആസ്വദിച്ച് തിരിച്ചിങ്ങോട്ടേക്ക് പോരും. അപ്പോൾ ഇത്തവണ നമ്മൾ പോകുന്നത് 900 കണ്ടിയിലേക്കാണ് കേട്ടോ. അവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ കാണാമെന്നാണ് കരുതുന്നത്. നമ്മൾ ഇതിന് മുന്നേ ഇടയ്ക്കൽ ഗുഹ പോയിട്ടുണ്ട്, ബാണാസുര സാഗർ പോയിട്ടുണ്ട്. ഇങ്ങനെ കുറേ സ്ഥലങ്ങൾ വയനാട്ടിൽ സന്ദർശിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോയിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം വീതം കണ്ടിട്ട് വെച്ചാൽ മതിയല്ലോ. അങ്ങനെ നമ്മൾ ഇത്തവണ വയനാട്ടിലേക്കുള്ള യാത്ര തുടങ്ങിയത് രാവിലെ 7 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ നമ്മളിങ്ങനെ തിരക്ക് പിടിച്ചിട്ടൊന്നും ഇറങ്ങിയില്ല കേട്ടോ. നന്നായി ഉറങ്ങി എണീറ്റ് മക്കൾക്കൊക്കെ അവധിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇതാ കുറേ ഹെയർപിൻ ബെൻസൊക്കെ കയറണമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറേ വാനരക്കൂട്ടങ്ങളെ കാണാം. വയനാട്ടിലേക്കുള്ള യാത്ര തന്നെ അതിമനോഹരമാണല്ലേ. നമുക്ക് യാത്ര ചെയ്യുമ്പം തന്നെ നല്ലൊരു ഫീലാണ് ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട്. അപ്പോൾ നമ്മളവിടെ എത്തുമ്പോൾ ഒരു 12 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇത്തവണ ഏതായാലും വയനാടിൻ്റെ സ്പെഷ്യലായിട്ടുള്ള പോത്തുംകാല് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ അതാ ഈ ഒരു റെസ്റ്റോറൻ്റാണ് കേട്ടോ അവർ റേറ്റിംഗ് ഒക്കെ തന്ന് കാണിച്ചത്. അപ്പോൾ നമ്മൾ ഏതായാലും ഈ ബെയ്ച്ചോ എന്ന് പറഞ്ഞിട്ടൊരു നല്ല അടിപൊളി ആംബിയൻസ് ഒക്കെ ഉള്ളൊരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അവിടെ ചെന്നിട്ടുണ്ട്. അവിടെ ഒരു കുഞ്ഞ് ലൈബ്രറി ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മക്കൾ ബുക്സൊക്കെ എടുത്തിട്ട് വായിക്കുന്നുണ്ട്. നമ്മൾ പോത്തുംകാലിന് ഓർഡർ ചെയ്തിട്ട് സാധനം വരുന്നത് വരേക്കും ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതാ നമ്മുടെ പോത്തുംകാല് വന്നിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ മെയിനായിട്ട് ഇതിൻ്റെ മീറ്റൊക്കെ വളരെ കുറവായിരിക്കും. ഇതൊരു വലിയൊരു എല്ലും കഷ്ണമാണല്ലോ. അപ്പോൾ അതിൻ്റെ മസാല ഒക്കെ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ട് നമ്മളെ ഡെസ്റ്റിനേഷൻ ലക്ഷ്യമാക്കിയിട്ടുള്ള യാത്രയിലേക്ക് വീണ്ടും പോവാണ്. അതാ ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 2-2:30 മണിയായിക്കാണ് കേട്ടോ. 900 കണ്ടിക്ക് അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ തേയിലക്കാടൊക്കെ കാണും. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കും. എന്തായാലും വയനാട് യാത്രയിൽ നമുക്ക് ഇങ്ങനെ ഒരു കലാപരിപാടി നിർബന്ധമാണല്ലോ. എപ്പോഴും നമ്മൾ പുറത്തിറങ്ങിയിട്ട് കുറേ കാഴ്ചകളൊക്കെ കണ്ട് ഫോട്ടോസ് എടുത്തിട്ട് മാത്രമേ നമ്മൾ പോകേണ്ട അടുത്തേക്ക് പോകൂ. അപ്പോൾ ഇതാ നമ്മൾ ട്രെക്കിങ് ചെയ്തിട്ട് വേണം കേട്ടോ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ. അപ്പോൾ നമ്മളെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ അവിടുന്ന് ഒരു ജീപ്പ് എടുത്തിട്ടാണ് പോകുന്നത്. ജീപ്പിൻ്റെ റേറ്റ് 1200 രൂപയാണ്. അപ്പോൾ ഒരു ഫാമിലിക്കൊക്കെ കയറിയിരിക്കാൻ പറ്റുന്ന ഒരു ജീപ്പിന് 1200. പിന്നെ നമ്മൾ ഇവിടെ എത്തിയാൽ ഈ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ട് ആളൊന്നിന് 250 രൂപയാണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ വേറെയും കുറേ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ഇതാ ഇവിടെ മാസിനൊക്കെ ഗൺ ഷൂട്ടിംഗ് ഒക്കെ നടത്തുന്നുണ്ട്. അപ്പം പിന്നെ ബോയിങ് ഉണ്ട്, ആർച്ചറി ഉണ്ട്. പിന്നെന്താ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറുന്നതാണ് മെയിനായിട്ടുള്ള ഒരു നമ്മളത് കാണാൻ വേണ്ടിയിട്ട് വന്നാണല്ലോ. അതാ നോക്കൂ, നല്ല അടിപൊളി വ്യൂ ആണ് ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ. ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറിയിട്ട് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ. ഇതാ കുറേ അധികം മലനിരകൾ, ചൂരൽമല, ചെമ്പ്ര പീക്ക്, ഇതൊക്കെ ഇവിടുന്ന് കാണാം. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ചെമ്പ്ര പീക്കാണ്. അത് ഇത്തവണയല്ല, ഇന്ന് നമ്മൾ ഇത് കണ്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകും. ഇനി അടുത്തൊരു വയനാടൻ യാത്രയിൽ നമുക്ക് ചെമ്പ്ര പീക്ക് കാണാമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വ്ളോഗ്, ഈ കുഞ്ഞു വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ആ നോക്കൂ, ഇത്രയും രസകരമായിട്ടുള്ള കാഴ്ച കാണാൻ ഇടയ്ക്കൊക്കെ വയനാട്ടിലേക്ക് ഒരു ടൂർ എല്ലാവരും പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം.
അപ്പോൾ എന്തായാലും നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് നമുക്ക് പോകേണ്ട ജീപ്പ് അവിടെ നമ്മളെയും കാത്ത് കിടപ്പുണ്ട്. അപ്പോൾ തിരിച്ച് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. നല്ല അടിപൊളി പേടിയാകുന്ന തരത്തിലുള്ള ഒരു ഓഫ് റോഡ് ഡ്രൈവും കഴിഞ്ഞിട്ട് നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും ടാറ്റാ, ബൈ ബൈ. ഇങ്ങനെ കിഞ്ചി ഇറങ്ങി പോടാൻ അറിയാനില്ല. പ്രൈവറ്റ് വണ്ടി മാക്സിമം